എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൈദരാബാദിലെ 4th ഡേ ആണ്. അപ്പോൾ ഹൈദരാബാദിൻ്റെ തന്നെ ഹൃദയഭാഗമായ ചാർമിനാറിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് ടൈം ആവുന്നതേ ഉള്ളൂ. ഞങ്ങളപ്പം ചാർമിനാറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ആക്ച്വലി ഇന്ന് സൺഡേ ആണ്, അത്യാവശ്യം നല്ല തിരക്കാണെന്നറിയാം. എങ്കിലും നമുക്ക് വേറെ ഓപ്ഷനില്ല. നാളെ ഒരു ദിവസം കൂടെ നമ്മൾ ഹൈദരാബാദ് ഉള്ളൂ. അപ്പോൾ ഇന്ന് ചാർമിനാർ കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഈവനിങ് ടൈം വന്നാലേ നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനും നല്ല ഒരു വൈബ് ഇവിടെ കിട്ടത്തുള്ളൂ എന്ന് കേട്ടു. അപ്പോൾ അതാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈം നോക്കി ഇറങ്ങിയത്. സൺഡേ ആയതുകൊണ്ട് നമുക്കറിയാം നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ചാർമിനാറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. അപ്പം തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. പോകുന്ന ഈ ഒരു വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോരം തിരക്കുണ്ടെന്ന്. സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും തിരക്ക്, അല്ലെങ്കിൽ ഇത്രയും ഒരു റഷ് വരത്തില്ല. അപ്പോൾ വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള ടൈമില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് മൊത്തം ഒന്ന് കണ്ട് കവർ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ചാർമിനാർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്ലേസ് അല്ലേ ഹൈദരാബാദ്. അപ്പോൾ പിന്നെ അത് നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും തെറ്റുവാണെങ്കിൽ പർച്ചേസ് ചെയ്യണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ചാർമിനാറിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഓട്ടോ നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അത് പോയിട്ടുണ്ട്. കാരണം അത്രയും തിരക്ക് അങ്ങോട്ട് നീങ്ങാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നടന്നോളാന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇതേ ചാർമിനാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദൂരെ നിന്നുള്ള നമ്മുടെ ചാർമിനാറിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായിട്ടുള്ള ചാർമിനാറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു നിർമ്മിതിയുടെ പേര് പോലെ തന്നെ ചാർ മീനാർ, അങ്ങനെ 2 ഉറുദു വാക്കുകളിൽ നിന്നാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. 4 മിനാരങ്ങൾ എന്നൊരു അർത്ഥമാണ് ഇതിന് വരുന്നത്. 1591 അന്നത്തെ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് കുലി കുത്തുബ് ഷാ ആണ് ഈ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ സുൽത്താൻ ഗോൽക്കണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഇതിൻ്റെ തലസ്ഥാനം മാറ്റിയ ടൈമിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നടന്നത്. പിന്നെ അതുമാത്രമല്ല, അന്നത്തെ ഒരു മാരക രോഗമായിരുന്ന എലി പരത്തുന്ന പ്ലേഗ് എന്ന രോഗം രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റിയതിന് ദൈവത്തിനോടുള്ളൊരു നന്ദി സൂചകമായിട്ടാണ് ചാർമിനാർ പണിതിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ചരിത്രം പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനമൊന്നും വാങ്ങിയില്ലെങ്കിൽ വെറുതെ വില ചോദിക്കാനും സാധനങ്ങളൊക്കെ നോക്കി വെറുതെ സമയം കളയാനും നമ്മൾ ഗേൾസ് ഒട്ടും മോശമല്ല അല്ലേ. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതെ, നമ്മുടെ പർച്ചേസിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഒരുപാട് സാധനങ്ങൾക്ക് നല്ല ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങണമെന്നാണ്. ബാർഗെയിൻ ചെയ്യാൻ നമ്മളൊട്ടും മോശമല്ലല്ലോ. അപ്പോൾ മാർക്കറ്റിലുള്ളവരൊക്കെ ഇത് കണ്ട് ശീലിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല. അവർ നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്താലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വില മാറ്റത്തില്ല കേട്ടോ. പിന്നെ ലക്കിക്ക് കിട്ടിയാലായി. അപ്പോൾ അങ്ങനെ ബാർഗെയിൻ ചെയ്തും പിന്നെ കുറേ സമയം നോക്കി എൻ്റെ പോയെന്നല്ലാണ്ട് ഒന്നും അധികം പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കിട്ടിയ സമയത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. ഇത്തരമുള്ള ബാംഗിൾസൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് ഇങ്ങനത്തെ ബാംഗിൾസൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഹൈദരാബാദ് പേള് ഭയങ്കര ഫേമസ് ആണ്. പേളിൻ്റെയൊക്കെ ഒരുപാട് ഷോപ്പ്, ലോക്കൽ പേളും കിട്ടും, ഒറിജിനൽ പേളും കിട്ടും. നമ്മൾ നോക്കിയെടുക്കണം. അങ്ങോട്ട് ചെയ്യുന്ന പർച്ചേസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി. കാരണം അത്രയും ടൈം പോകും നമ്മൾ അറിയത്തില്ല സാധനങ്ങൾ നോക്കി. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് മിക്ക ഐറ്റത്തിനും ചീപ്പ് റേറ്റ് തന്നെയാണ്. എന്നാലും കുറേ ഐറ്റംസൊക്കെ നമുക്കും നാട്ടിൽ ഈ സെയിം റേറ്റിന് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കി അതനുസരിച്ചിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ബാംഗിൾസ്, ഇതുപോലെയുള്ള ജ്വല്ലറി ഐറ്റംസ്, അതുപോലെ തന്നെ ടോപ്പുകൾ, അതുപോലെ തന്നെ ചപ്പൽസ്, ബാഗ്സ്, പിന്നെ അതുപോലെ തന്നെ പർദ ഐറ്റംസ്, അങ്ങനത്തെയൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 1-2 ബാഗ്സൊക്കെ ഞാൻ വാങ്ങിയായിരുന്നു. നല്ലതായിരുന്നു കാണാനായിട്ട്. നമ്മളിപ്പോൾ പർച്ചേസിങ്ങിന് വന്നിരിക്കുന്നത് ചാർമിനാറിൻ്റെ സ്ട്രീറ്റിലേക്കാണ്. അതുകൂടാണ്ട് ഇവിടെ ഒരുപാട് പർച്ചേസിങ്ങിന് മാത്രമുള്ള മാർക്കറ്റുകളുണ്ട്. ചോർ മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അതിനായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും പോകാൻ നമുക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ചാർമിനാറിൽ ബാക്കി കുറച്ച് പർച്ചേസിങ് കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ.
ഇപ്പം നമ്മളുള്ളത് മക്ക മസ്ജിദിലാണ്. ചാർമിനാറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു പള്ളി വളരെ പുരാതനമായിട്ടുള്ളതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മോസ്ക് ആയിട്ടുള്ള മക്ക മസ്ജിദിൻ്റെ ഈ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെ ആട്ടോ. 1617 തുടങ്ങിയ മക്ക മസ്ജിദിന്റെ നിർമ്മാണം 77 വർഷത്തിനു ശേഷം 1694 ഔറംഗസീബിന്റെ നേതൃത്വത്തിലാണ് പണി പൂർത്തിയാക്കിയത്. അന്നത്തെ സുൽത്താനായ മുഹമ്മദ് കുത്തുബ് ഷായുടെ നിർദ്ദേശപ്രകാരം ഇസ്ലാം മത വിശ്വാസികളുടെ പുണ്യസ്ഥലമായ മക്കയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മണ്ണ് കൊണ്ടിട്ടാണ് ഈ പള്ളിയുടെ സെൻട്രൽ ആർച്ച് അല്ലെങ്കിൽ മധ്യ കമാനം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ പള്ളിക്ക് മക്ക മസ്ജിദ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ചരിത്രം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ അന്നത്തെ പർച്ചേസിങ്ങും ചാർമിനാർ വിസിറ്റും ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.